നമസ്കാരം, ഞാൻ ഡോക്ടർ അരുൺ ഉമ്മൻ, ന്യൂറോ സർജനാണ്. നമ്മളിപ്പോൾ നല്ല ചൂട് ഒരു സമയത്തൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ? ലോകമെമ്പാടും അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നമ്മുടെ കേരളത്തിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും വളരെയധികം ചൂട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ വർഷത്തിലൊക്കെ ഇപ്പം ചൂട് കൂടുതലാണ് പറയപ്പെടുന്നത്. ഇപ്പം ഗ്ലോബൽ വാർമിങ്ങിൻ്റെ ഭാഗമായിട്ട് ചൂട് ഓരോ വർഷവും കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓരോ വർഷം ചൂട് കൂടുന്തോറും അതിനെ അതിജീവിക്കുക എന്നുള്ളത് നമുക്ക് മനുഷ്യർ ആവശ്യമുള്ളൊരു സംഭവം. അപ്പം ഈ ഒരു ചൂട് കൂടുമ്പോൾ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും? ഈ ഒരു സമയത്ത് നമുക്ക് നമ്മുടെ ആരോഗ്യം നിലനിർത്താനും കൂടുതൽ ചൂടിൻ്റെ പ്രശ്നങ്ങൾ നമ്മൾ അനുഭവിക്കാതിരിക്കാനും എന്തൊക്കെ ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കണം? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റുമുള്ള ചൂടിൻ്റെ കൺട്രോൾ ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടാണ് ഒന്നുകിൽ റെഗുലറായിട്ട് AC ഉപയോഗിക്കുക, അല്ലെങ്കിൽ AC അഫോർഡ് ചെയ്യാത്തവർക്ക് എയർ കൂളർ ഉപയോഗിക്കാം. അത് റെഗുലറായിട്ട് ഉപയോഗിക്കുക. രണ്ടാമത്തെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിലെ ഹൈഡ്രേഷൻ കറക്റ്റായിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. നമ്മുടെ ശരീരത്തിൽ ജലാംശം ഈ സമയത്ത് കുറയുമ്പോഴാണ് പല അസുഖങ്ങൾക്കും നമുക്ക് ഉണ്ടാകുന്നതും. അപ്പോൾ അത് വരാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പം ഒരു ദിവസം നമ്മുടെ ശരീരഭാരവും പിന്നെ നമ്മുടെ ചെയ്യുന്ന ജോലി അനുസരിച്ചുള്ള വെള്ളം നമ്മൾ ഉള്ളിലേക്ക് ചെല്ലണം. 3.5 മുതൽ 4 ലിറ്റർ വരെ വേണ്ടി വന്നേക്കാം. അത് ആവശ്യമനുസരിച്ച് നമ്മൾ ചെയ്യുക. അപ്പോൾ അത് നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഒരു 1-1.5 ലിറ്റർ വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വെള്ളം കുടിക്കാൻ മറക്കാതെ വെള്ളം കുടിക്കാൻ നമ്മൾ ഓർക്കണം. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ ജലാംശം ആവശ്യത്തിന് ഉണ്ടോ എങ്ങനെ മനസ്സിലാക്കാനുള്ള ഒരു സിമ്പിളായൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ യൂറിനേഷൻ എങ്ങനെയുണ്ടെന്ന് ശ്രദ്ധിക്കുക. ഒരു ദിവസം ഒരു 4-5 തവണയെങ്കിലും നമ്മൾ യൂറിൻ പാസ് ചെയ്തിരിക്കണം. അത് മാത്രമല്ല നമ്മുടെ യൂറിൻ്റെ കളർ നമ്മൾ ശ്രദ്ധിക്കണം. അത് വളരെ ലൈറ്റ് മഞ്ഞ അതായിരിക്കണം. ഒരുപാട് ഡാർക്കായിട്ട് ഇരിക്കും. അതിൻ്റെ അർത്ഥം നമ്മുടെ യൂറിൻ്റെ കോൺസെൻട്രേഷൻ കൂടുതലാണ്, അപ്പം ജലാംശം കുറവാണെന്ന് അതിൻ്റെ അർത്ഥം. അപ്പം വെള്ളത്തിൻ്റെ അംശം നമ്മൾ കൂട്ടണം. പിന്നെ ചൂട് സമയത്ത് പറ്റുന്ന ചില ഭക്ഷണ ക്രമീകരണങ്ങളൊക്കെ നമ്മൾ നോക്കാം. അതായത് നമ്മുടെ ശരീരത്തിന് ഹൈഡ്രേഷൻ ഹെൽപ്പ് ചെയ്യുന്ന ചില ഭക്ഷണങ്ങൾ, അതായത് ഫ്രൂട്ട്സ്, ചില വെജിറ്റബിൾസ്, ചില ഡ്രിങ്ക്സ്. അപ്പം അതിൻ്റെ ഫ്രൂട്ട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലും നമ്മുടെ സിട്രസ് ഫ്രൂട്ട്സ് ആണ്. നമ്മുടെ ഓറഞ്ച്, നമ്മുടെ ലൈമൊക്കെയാണ് ഇതിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത്. പിന്നെ വെജിറ്റബിൾസിൽ ഏറ്റവും ഗുണം ചെയ്യുന്നത് കുക്കുംബറാണ്, വെള്ളരി. അപ്പോൾ ഇത് നമ്മുടെ റെഗുലറായിട്ട് കുക്കുംബർ കഴിക്കുന്നത് ചൂട് സമയത്ത് വളരെ വളരെ നല്ലതാണ്. പിന്നെ ചില ഡ്രിങ്ക്സ് എന്ന് വെച്ചാൽ നമ്മുടെ ഈ ബട്ടർ മിൽക്ക്, നമ്മുടെ സംഭാരം എന്ന് പറയും, പിന്നെ അല്ലെങ്കിൽ നമ്മുടെ സാധാ തൈര്, അല്ലെങ്കിൽ യോഗട്ട്, ഇതുപോലത്തെ സാധനങ്ങളൊക്കെ റെഗുലറായിട്ട് കുടിക്കുന്നത് വളരെ വളരെ നല്ലതാണ്. പിന്നെ ഈ ചൂട് സമയത്ത് നമ്മുടെ ജലാംശം കൂടാതെ തന്നെ മിനറൽസിൻ്റെ ഒക്കെ ഒരുപാട് പൊട്ടാസ്യം പോലത്തെ ഒക്കെ എല്ലാം ഒരുപാട് ഡെഫിഷ്യൻസി വരാം. അപ്പം കോക്കനട്ട് വെള്ളം, അത് സാധാരണ കരിക്കരി വെള്ളം വളരെ വളരെ നല്ലതാണ്. അതും റെഗുലറായിട്ട് കുടിക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ മറ്റു കാര്യം ശ്രദ്ധിക്കുന്നത് വെച്ചാൽ നമ്മുടെ വസ്ത്ര രീതിയാണ്. നമുക്കറിയാം നമ്മുടെ ശരീരത്തിൽ ചൂട് ഒരു പരിധി കൂടുതൽ പോകുമ്പോൾ നമ്മൾ വേർക്കുന്നതോടെയാണ് നമ്മുടെ ബോഡി ടെമ്പറേച്ചർ റെഗുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ വേർക്കാനായിട്ടുള്ള ഒരു സാഹചര്യം, നമ്മൾ വേർത്ത് പെട്ടെന്ന് അത് എവപ്പറേറ്റ് ചെയ്ത് പോകാനുള്ള ഒരു സാഹചര്യം നമ്മൾ ഉണ്ടാക്കണം. അപ്പോൾ നമ്മൾ ഉടുക്കുന്ന വസ്ത്രം വളരെ പ്രധാനപ്പെട്ടാണ്. വളരെ തിക്കായിട്ടുള്ള ഡ്രസ്സുകൾ ഒരിക്കലും നമ്മൾ ധരിക്കല്. അതുമാത്രമല്ല ഏറ്റവും കുറച്ച് ഡ്രസ്സ് ഇടാവോ അത്രയും കുറച്ച് നമ്മൾ ഡ്രസ്സ് ഇടുക. കൂടുതലും കോട്ടൺ ഡ്രസ്സ് തന്നെ ഇടുക. പോളിസ്റ്റർ, നൈലോൺ പോലത്തെ ഡ്രസ്സിലൊക്കെ നമ്മൾ കൂടുതലും അവോയ്ഡ് ചെയ്യുക. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പിന്നെ നമ്മുടെ എക്സസൈസസ് ഒക്കെ ചെയ്യുക. ചില റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യുന്ന ആൾക്കാർ ഔട്ട്ഡോർ എക്സസൈസ് ഒക്കെ മാക്സിമം അവോയ്ഡ് ചെയ്യുക. കാരണം പെട്ടെന്നായിരിക്കും നമ്മൾ ക്ഷീണത്തിൽ പോയി നമുക്ക് പ്രശ്നങ്ങൾ വരുന്നത്. അപ്പം ഔട്ട്ഡോർ എക്സസൈസ് മാക്സിമം അവോയ്ഡ് ചെയ്യുക. കൂടുതൽ എയറോബിക് എക്സസൈസിനായിട്ട് കൂടുതൽ ഈ മറ്റേ ഫിറ്റ്നസ് എക്സസൈസും ഇൻഡോർ എക്സസൈസിൽ കൂടുതൽ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ശ്രമിക്കണം. പിന്നെ നമ്മുടെ ആക്ടിവിറ്റീസ് ഒക്കെ മാക്സിമം കുറയ്ക്കുന്നതാണ് എപ്പോഴും ചൂട് സമയത്ത് വളരെ നല്ലത്. കാരണം നമ്മുടെ ശരീരം ഓൾറെഡി ഒരുപാട് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അതിനെ തരണം ചെയ്യുമ്പോൾ നമ്മൾ കൂടുതൽ ആക്ടിവിറ്റി ചെയ്താൽ കൂടുതൽ ബോഡിക്ക് അത് സ്ട്രെയിനാണ്. അത് മാക്സിമം ആക്ടിവിറ്റീസ് കുറയ്ക്കുക. നമ്മൾ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യുക. നമ്മുടെ മൂവ്മെൻറ്റ്സ് ഒക്കെ വളരെയധികം റെസ്ട്രിക്റ്റ് ചെയ്യുക. അപ്പോൾ എത്രയും കാര്യങ്ങൾ ഈ ഒരു നമ്മുടെ എക്സ്ട്രാ ആക്ടിവിറ്റീസ് മൂലം വളരെ പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഈ ഒരുപാട് യാത്രകളിലൊക്കെ പറ്റാത്തോളം ഒഴിവാക്കുന്നതാണ് എപ്പോഴും നല്ലത്. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഉറക്കം എപ്പോഴും പലപ്പോഴും ചൂട് സമയത്ത് ഉറക്കം വളരെ മോശമായിരിക്കും. അത് ഒരുപാട് പ്രശ്നങ്ങൾക്ക് വഴിയൊഴുക്കും. അപ്പോൾ എപ്പോഴും അത് ശ്രദ്ധിക്കുക. നമ്മൾ ഉറങ്ങുന്ന സമയത്ത് എപ്പോഴും കംഫർട്ടബിൾ ആവാൻ വേണ്ടിയുള്ള എല്ലാ സാഹചര്യവും നമ്മൾ ഉണ്ടാക്കണം. നേരത്തെ പറഞ്ഞ പോലെ എയർ കണ്ടീഷൻ അല്ലെങ്കിൽ എയർ കൂളർ അതുപോലെ എന്തെങ്കിലുമൊക്കെ വളരെ കൂളായിട്ട് ഉള്ള ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്ത് ഏറ്റവും നല്ല രീതിയിൽ ഉറങ്ങാൻ ശ്രദ്ധിക്കണം. കാരണം നമ്മൾ വളരെയധികം ക്ഷീണിതമായിരിക്കും ചൂട് കാരണം. അപ്പോൾ അതിൽ നിന്ന് അതിജീവിക്കാൻ വേണ്ടി നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ നല്ല ഉറക്കം. അപ്പോൾ നല്ല ഉറങ്ങുമ്പോഴേക്കും നമ്മുടെ ശരീരത്തിൻ്റെ നല്ലൊരു റിജ്യൂവനേഷൻ സംഭവിക്കും. അപ്പോൾ എത്തരം കാര്യങ്ങൾ ഈ ചൂട് സമയത്ത് എപ്പോഴും ശ്രദ്ധിക്കുക. നമ്മുടെ ആരോഗ്യം എപ്പോഴും നമ്മൾ കാത്തു സൂക്ഷിക്കണം. ഇനിയുള്ള വർഷങ്ങൾ ഇനിയും ചൂട് കൂടും എന്നാണ് ഗവേഷണം പറയുന്നത്. കാരണം ഗ്ലോബൽ വാർമിംഗ്, അർബനൈസേഷൻ, അങ്ങനെ പല പിന്നെ കാർബൺ എമിഷനൊക്കെ കൂടുന്നു. അങ്ങനെ പല പ്രശ്നങ്ങൾ കാരണം ഇപ്പോൾ ചൂട് കൂടും. അപ്പോൾ നമുക്ക് കുറയ്ക്കാനുള്ള മാർഗ്ഗങ്ങൾ ഇനിയൊരു വർഷങ്ങളോളം ഇനിയുള്ള വർഷങ്ങളൊക്കെ ഇനിയും ചൂട് കുറയ്ക്കാനുള്ള മറ്റു കാര്യങ്ങളൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ആലോചിച്ച് ചെയ്യേണ്ടി വരും. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ചുറ്റുമുള്ള ഒരുപാട് ചെടികളും മരങ്ങളൊക്കെ നട്ടുപിടിപ്പിക്കുക എന്നുള്ളത്. അപ്പോൾ അത്ര കാര്യങ്ങളൊക്കെ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടി വരും. അപ്പം
എല്ലാവരും ഈ ചൂട് സമയത്ത് വളരെയധികം ജാഗ്രതയോടെ ഒരു ആരോഗ്യ പ്രശ്നങ്ങൾ വരാതെ കാത്തു സൂക്ഷിക്കുക. താങ്ക് യു.